പ്രിയമുള്ളവരെ, ഇന്ന് വലിയ നോമ്പിൽ 21-ാം ദിനം. യഥാർത്ഥ ആനന്ദം. കൊട്ടാരത്തിൻ്റെ സുഖസൗകര്യങ്ങൾ വിട്ട് സന്യാസത്തിൻ്റെ വഴി തിരഞ്ഞെടുത്ത ബുദ്ധനെ ആ മാർഗത്തിൽ നിന്നും പിന്തിരിപ്പിക്കുവാൻ പിതാവ് പ്രസേനജിത്ത് എന്ന രാജാവിനെ ചുമതലപ്പെടുത്തി. കൊട്ടാരം വിട്ടിറങ്ങിയ രാജകുമാരനെ വഴിതടഞ്ഞുകൊണ്ട് പ്രസേനജിത്ത് രാജാവ് പറഞ്ഞു, നിന്റെ അച്ഛൻ നിനക്കു വേണ്ടി 2 കൊട്ടാരങ്ങൾ പണിഞ്ഞിട്ടുണ്ട്. 3-ാമത് എൻ്റെ കൊട്ടാരവും നിനക്ക് സ്വന്തമാക്കാം. ആ കൊട്ടാരത്തിനകത്തെ പൊന്നും സമ്പാദ്യങ്ങളും എൻ്റെ സുന്ദരിയായ മകളും എന്തുമേതും നിനക്കിനി സ്വന്തം. സന്യാസത്തിൻ്റെ വഴിയിൽ നീ അലയേണ്ട ആവശ്യമില്ല. ഇതുകേട്ട ബുദ്ധൻ പ്രസേനജിത്തിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു, അങ്ങേക്ക് കൊട്ടാരമുണ്ട്, കൊട്ടാരത്തിനകത്ത് പൊന്നും പണവുമുണ്ട്, അങ്ങയെ പരിചരിക്കാൻ സുന്ദരിമാരായ ദാസിമാരുണ്ട്, അങ്ങേക്ക് കഴിക്കാൻ ഏറ്റവും മുന്തിയ ഭക്ഷ്യവിഭവങ്ങളുണ്ട്. എന്നാൽ രാജാവേ, ഞാൻ അങ്ങയോടൊരു ചോദ്യം ചോദിക്കാം. അതിന് കൃത്യമായി ഉത്തരം പറഞ്ഞാൽ ഞാൻ അങ്ങയെ അനുഗമിക്കാം. ചോദ്യം ഇതാണ്: ഇത്രയൊക്കെ ഉണ്ടായിട്ടും അങ്ങേക്ക് യഥാർത്ഥമായ ആനന്ദമുണ്ടോ? ആർ യു റിയലി ജോയ്ഫുൾ ഇൻ സ്പൈറ്റ് ഓഫ് വാട്ട് യു ഹാവ്? ആ ചോദ്യത്തിന് ഉത്തരം നൽകാൻ പ്രസേനജിത്ത് രാജാവിന് സാധിച്ചില്ല. മാത്രമല്ല, ആ ചോദ്യം പ്രസേനജിത്തിനെ നിരന്തരം വേട്ടയാടിക്കൊണ്ടുമിരുന്നു. അവസാനം കൊട്ടാരവും കൊട്ടാരത്തിൻ്റെ പ്രതാപവും ഉപേക്ഷിച്ച് പ്രസേനജിത്ത് ബുദ്ധൻ്റെ ശിഷ്യനായി മാറി. പ്രിയമുള്ളവരെ, ഈ വലിയ നോമ്പിൽ നമുക്ക് ഈ ചോദ്യം നമ്മോട് ചോദിക്കാം. എനിക്കുള്ളതും ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഏറെയുണ്ടായിട്ടും എനിക്ക് ശരിയായ ആനന്ദം അനുഭവിക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? ഇതൊരു പ്രധാന ചോദ്യമല്ലേ? ഈ വലിയ നോമ്പിൽ ശാന്തമായും ആത്മാർത്ഥമായും ഈ ചോദ്യം നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം. ഇത്രയൊക്കെ ഉണ്ടായിട്ടും, ഇത്രയൊക്കെ സമ്പാദിച്ചിട്ടും, ഇത്രയൊക്കെ നേടിയിട്ടും ഞാൻ ശരിയായ ആനന്ദം അനുഭവിക്കുന്നുണ്ടോ? ഇതാവട്ടെ ഇന്നത്തെ ധ്യാനം. സസ്നേഹം, ഈപ്പനച്ചൻ.